ഹലോ ഗൈസ്, നമുക്കിന്നൊരു സൂപ്പർ ടേസ്റ്റി മട്ടൻ കറിയുടെ റെസിപ്പി നോക്കാം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബ്രെഡ്സിൻ്റെ കൂടെ ആണെങ്കിലും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നല്ല സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വെച്ചിട്ടുള്ള മട്ടനാണ്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കണക്കാക്കിയ മസാലയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. മട്ടൻ്റെ വേവിനനുസരിച്ച് ഞാനൊരു ഓൾമോസ്റ്റ് 10 വിസിൽ വെച്ചിട്ടുണ്ട്. ഇതാ മസാല തന്നെ അതിൽ കുറച്ച് വെള്ളം, അടി പിടിക്കാതിരിക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 വിസിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ബീഫിൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാനിൽ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ചെറുതാക്കി അരിഞ്ഞ വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരും. ഉപ്പിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കറിയുടെ കൂടെ, മട്ടൻ കറിയുടെ കൂടെ ഞാനിവിടെ ഗീ റൈസാണ് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ കറി യൂസ് ചെയ്യാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മുടെ ഉള്ളി കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചതച്ചത് ഇട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് ഒരു ഗോൾഡൻ കളറായി വരണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ അടി കരിയും. ഈ പരുവത്തിൽ ഉള്ളി ആയിക്കഴിഞ്ഞാൽ ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി അത് തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെ. അടച്ച് വെച്ച് വേവിച്ച് ഇപ്പോൾ തക്കാളി ഏകദേശം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം ബീഫിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇതിൽ ആഡ് ചെയ്താൽ മതി, അധികമായി പോവരുത്. ഇപ്പോൾ മസാല എല്ലാം ഇളക്കി നല്ല പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതാ വെന്ത് വന്നിട്ടുള്ള ബീഫിൻ്റെ സ്റ്റോക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൽ ഈ ഉള്ളിയും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ സ്റ്റോക്കും മസാലയും കൂടെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് നല്ലൊരു ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കറി ആക്കുന്നത് കൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പുണ്ടോയെന്ന് ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യമാണെങ്കിൽ ലേശം ഉപ്പിടാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ, അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗീ റൈസ് ഒരു സൈഡിലായിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. ഇപ്പോൾ നന്നായി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ മസാലയൊക്കെ എല്ലാം പിടിച്ച് നന്നായി വന്നിട്ടുണ്ട്.
നിങ്ങൾ എന്തായാലും മട്ടൺ വാങ്ങുമ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്